വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫെയിൻ മാത്സ് ക്ലാസ്സസ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് 6th ചാപ്റ്റർ ലൈൻസ് ആൻഡ് ആംഗിൾസിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇഫ് ടു ലൈൻസ് ഇൻ്റർസെക്ട് ഈച്ച് അതർ പ്രൂവ് ദാറ്റ് ദ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. അപ്പോൾ എന്താണ് നമ്മളടുത്ത് പറഞ്ഞിരിക്കുന്നത്? ഇപ്പം രണ്ട് ലൈൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് ലൈൻസ് വരയ്ക്കാം. എ ബി എന്ന് പറയുന്ന ഒരു ലൈൻ, അതേപോലെ തന്നെ സി ഡി എന്ന് പറയുന്ന മറ്റൊരു ലൈൻ. ഓക്കെ, ഇവരെന്ത് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഒ എന്ന് പറയുന്ന പോയിന്റിൽ ഇന്റർസെക്റ്റ് ചെയ്തിരിക്കുന്നു. എങ്കിൽ നമ്മളോട് എന്താണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. ഇവിടുത്തെ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? ഇതും ഇതും, അതേപോലെ ഈ ആംഗിളും ഈ ആംഗിളും. അപ്പോൾ ഇതൊക്കെ ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ ചെയ്യും നമ്മൾ? അപ്പോൾ ആദ്യം നമുക്ക് തന്നിരിക്കുന്നത് എടുത്ത് എഴുതാം. ഗിവൻ എന്താണ് തന്നിരിക്കുന്നത്? എ ബിയും സി ഡിയും ഒ എന്ന് പറയുന്ന പോയിന്റിൽ ഇന്റർസെക്റ്റ് ചെയ്യുന്നു അല്ലേ? അപ്പോൾ നമുക്ക് എഴുതാം എ ബി ആൻഡ് സി ഡി ഇന്റർസെക്റ്റ് അറ്റ് ഒ. ഇന്റർസെക്റ്റ് അറ്റ് ഒ. ഇനി നമ്മൾ പ്രൂവ് ചെയ്യേണ്ടുള്ളത് എന്താണ്? ടു പ്രൂവ് എന്താണ് പ്രൂവ് ചെയ്യേണ്ടുള്ളത്? ആംഗിൾ എ ഒ സി ഇസ് ഈക്വൽ ടു ആംഗിൾ ബി ഒ ഡി അല്ലേ? ആംഗിൾ എ ഒ സി ഇസ് ഈക്വൽ ടു ആംഗിൾ ബി ഒ ഡി. നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണെന്നാണ്. ആ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ഏതൊക്കെയാണ്? ഒന്ന് ആംഗിൾ എ ഒ സിയും ആംഗിൾ ബി ഒ ഡിയും. അപ്പോൾ അത് രണ്ടും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. അതേപോലെ തന്നെ അടുത്തത് എന്താണ്? ആംഗിൾ എ ഒ ഡിയും ആംഗിൾ ബി ഒ സിയും. ആംഗിൾ എ ഒ ഡി ഇസ് ഈക്വൽ ടു ആംഗിൾ ബി ഒ സി. അപ്പോൾ ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കിനി പ്രൂഫ് കൊടുക്കാം. എങ്ങനെയാന്ന് നോക്കിക്കോളൂ. ആദ്യം നമ്മൾ ചെയ്യാൻ പോണത് ഈ ഒരു ആംഗിൾ എ ഒ ഡിയും, അതായത് നമ്മൾ ആരൊക്കെ തമ്മിലാണെന്നറിയാം ഇവിടെ ചെയ്യാൻ പോണത്. ഇതെന്താണ്? ഒരു സ്ട്രെയിറ്റ് ലൈനാണ്. ഓക്കെ, അപ്പോൾ ഈ സ്ട്രെയിറ്റ് ലൈനിൻ്റെ മുകളിലുള്ള ആംഗിൾസ് ആണ് ഈ ആംഗിൾ എ ഒ ഡിയും അതേപോലെ തന്നെ ആംഗിൾ എ ഒ സിയും. അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്ട്രെയിറ്റ് ലൈനിൻ്റെ മുകളിൽ രണ്ട് അഡ്ജസൻറ്റ് ആംഗിൾസ് ഉണ്ടെങ്കിൽ അതിൻ്റെ സം 180 ആയിരിക്കും. റീസൺ എന്താണ്? ലീനിയർ പെയർന്ന് അല്ലേ? അപ്പോൾ അതൊന്ന് നമുക്കെടുത്ത് എഴുതാം. ആംഗിൾ എ ഒ ഡി പ്ലസ് ആംഗിൾ എ ഒ സി ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. റീസൺ എന്താണ്? ലീനിയർ പെയർ. ഓക്കെ ആണ്. ഇനി അടുത്ത് നമുക്ക് എങ്ങനെ എഴുതാം? ഈ ആംഗിൾ എ ഒ സിയും അതേപോലെ തന്നെ ഈ ആംഗിൾ സി ഒ ബിയും കണ്ടോ? ഇതിൻ്റെയും സമം എന്ത് തന്നെയാണ്? 180 തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതാം ആംഗിൾ എ ഒ സി പ്ലസ് ആംഗിൾ സി ഒ ബി ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. റീസൺ എന്താണ്? ലീനിയർ പെയർ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവരുടെ ആർ എച്ച് സൈഡ് എന്താണ്? ഈക്വൽ ആണ്. അപ്പോൾ ആർ എച്ച് സൈഡ് ഈക്വൽ ആണെങ്കിൽ എൽ എച്ച് സൈഡും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് എഴുതാം ആംഗിൾ എ ഒ ഡി പ്ലസ്, അതായത് നമുക്കിത് ഇക്വേഷൻ 1 ആയിട്ട് എടുക്കാം. ഇത് നമുക്ക് ഇക്വേഷൻ 2 ആയിട്ട് എടുത്താൽ ഇതേപോലെ ഇവിടെ കൊടുക്കണം കേട്ടോ. ഫ്രം ഇക്വേഷൻ 1 and 2. 1 and 2 നിന്ന് എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്? ആർ എച്ച് എസ് സൈഡ് ഈക്വൽ ആണെങ്കിൽ എൽ എച്ച് എസ് സൈഡും ഈക്വൽ ആണെന്നല്ലേ? അപ്പോൾ ആംഗിൾ എ ഒ ഡി പ്ലസ് ആംഗിൾ എ ഒ സി ഇസ് ഈക്വൽ ടു ആംഗിൾ എ ഒ സി പ്ലസ് ആംഗിൾ സി ഒ ബി. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ ആംഗിൾ എ ഒ സിനെ ഇപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുവരാം. അപ്പോൾ ആംഗിൾ എ ഒ ഡി പ്ലസ് ആംഗിൾ എ ഒ സി, ഇത് പ്ലസ് ആംഗിൾ എ ഒ സി ആണ്. ഇങ്ങോട്ട് ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ എന്താകും? മൈനസ് ആംഗിൾ എ ഒ സി ഇസ് ഈക്വൽ ടു ആംഗിൾ സി ഒ ബി. അപ്പോൾ പ്ലസും മൈനസും വന്നാൽ സെയിം ഇതുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കട്ട് ചെയ്തോളാം. ബാക്കി എന്താ ഉള്ളത്? ആംഗിൾ എ ഒ ഡി ഇസ് ഈക്വൽ ടു ആംഗിൾ സി ഒ ബി. ഇത് കണ്ടില്ലേ? നമ്മൾ ഈ സെക്കൻഡ് വൺ ഇവിടെ പ്രൂവ് ചെയ്തു. കണ്ടോ? ആംഗിൾ എ ഒ ഡി ഇസ് ഈക്വൽ ടു ആംഗിൾ സി ഒ ബി എന്ന്. ബി ഒ സി എന്ന് പറഞ്ഞാലും സി ഒ ബി എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്? ഒന്ന് തന്നെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ എന്താണ് ചെയ്തത്? എ ഒ ഡിയും സി ഒ ബിയും ഈക്വൽ ആണെന്ന് പറഞ്ഞതാ. ഇത് രണ്ടുമാണ് മിസ് ഈ പേന വെച്ച് ഷെയ്ഡ് ചെയ്യുന്ന. ഇത് രണ്ടും എന്താണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു? ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്തു. കണ്ടില്ലേ? ഇനി ആരൊക്കെയാണ് നമ്മൾ ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യേണ്ടുള്ളത്? ബി ഒ ഡിയും എ ഒ സിയും. അതെങ്ങനെ നമ്മൾ പ്രൂവ് ചെയ്യും?
ഇപ്പം ചെയ്തതുപോലെ തന്നെ നമ്മൾ ഇവിടെയും ചെയ്യേണ്ടുള്ളത്. അതായത് നമ്മൾ എന്ത് ചെയ്യുമെന്ന് അറിയാതെ ഇനി ഇത് ഈ രണ്ട് ആംഗിൾസും നമ്മൾ സം ചെയ്യുമ്പോൾ 180 ഡിഗ്രി ആണെന്ന് എടുത്ത് എഴുതും. കാരണം ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടുള്ളത് ഇതാ ഇവനും ഇവനും ഈക്വൽ ആണെന്നാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും വരുന്ന ആംഗിളുകൾ വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ. അപ്പോൾ നമ്മൾ എന്തൊക്കെ എടുക്കും? ആംഗിൾ AODയും ആംഗിൾ DOB is equal to 180. റീസൺ എന്താണ്? ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ് അല്ലേ? അപ്പം ഈ സ്ട്രെയിറ്റ് ലൈനിൻ്റെ മുകളിൽ വരുന്ന രണ്ട് ആംഗിൾസ് ആണ് ഇത്. അപ്പോൾ ഇവരുടെ സം എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതാം ആംഗിൾ AOD പ്ലസ് ആംഗിൾ BOD. BOD is equal to 180 ഡിഗ്രി. ഇത് നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട് എടുക്കാം. റീസൺ എന്താണ്? ലീനിയർ പെയർ. ഇനി നമുക്ക് ആരെ എടുക്കാം? അടുത്ത് നമ്മൾ എടുക്കുന്നത് നമുക്കിനി ഈ ആംഗിൾ വരുന്നത് വേണം എടുക്കാൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ അല്ലേ CD. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കിടക്കുന്ന ആംഗിൾ AODയും അതേപോലെ തന്നെ ആംഗിൾ AOCയുടെയും സം എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ആംഗിൾ AOD പ്ലസ് ആംഗിൾ AOC ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. റീസൺ എന്താണ്? ലീനിയർ പെയർ. ഓക്കെ, അപ്പോൾ LHS സൈഡ് ഈക്വൽ ആണെങ്കിൽ RHS സൈഡും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. നമുക്ക് അടുത്ത് എഴുതാം. അപ്പോൾ അത് എടുത്ത് എഴുതുന്നതിന് മുമ്പ് നിങ്ങൾക്ക് സംഭവം മനസ്സിലായല്ലോ. ഫസ്റ്റ് വൺ നമ്മൾ ചെയ്തത് ഈ നമുക്ക് ആദ്യം നമ്മൾ ഇവിടെ പ്രൂവ് ചെയ്തത് ഈ രണ്ട് ആംഗിൾസും ഇതും വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണമായിരുന്നു അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് ചെയ്തു? ഈ ആംഗിൾ വരുന്ന രീതിയിൽ നമ്മൾ ആദ്യം സെലക്ട് ചെയ്തു. അതിന് വേണ്ടിയിട്ട് നമ്മൾ നോക്കിയപ്പോൾ ഇതും എന്തായിരുന്നു? തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 180 ഡിഗ്രി ആയിരുന്നു. കാരണം ഇതൊരു സ്ട്രെയിറ്റ് ലൈനാണ്. അപ്പോൾ അതിൻ്റെ മുകളിലുള്ള ആംഗിൾസ് ആണ്. അപ്പോൾ ഇതിൻ്റെ സം 180 ആണ്. അത് നമ്മൾ ആദ്യമേ ഇവിടെ അടുത്ത് എഴുതി. പിന്നെ നമുക്ക് എന്ത് വേണമായിരുന്നു? ഇത് വരുന്ന ആംഗിൾ നമ്മൾ എടുക്കണമായിരുന്നു. അതിന് നമ്മൾ എന്തൊക്കെ സെലക്ട് ചെയ്തു? ഇവനെയും സെലക്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ സം എത്രയാണ്? 180 ആണ്. കാരണം സ്ട്രെയിറ്റ് ലൈനിൻ്റെ മുകളിലുള്ള ആംഗിൾസ് ആണ്. അങ്ങനെ എടുത്തപ്പോൾ നമ്മൾ പറഞ്ഞു RHS സൈഡ് ഈക്വൽ ആയതുകൊണ്ട് LHS സൈഡും ഈക്വൽ ആണെന്ന്. അത് വെച്ചിട്ട് നമ്മൾ ആദ്യത്തെ കാര്യം എന്ത് ചെയ്തു? പ്രൂവ് ചെയ്തു. കണ്ടോ? ഇത് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി അടുത്ത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടുള്ളത് ഇയാളും വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇവർ രണ്ടുപേരും വരുന്ന ഇതുകൾ നമ്മൾ സെലക്ട് ചെയ്യണമായിരുന്നു. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇവനും തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 180 ആണെന്ന് വെച്ച് എഴുതി. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇത് വരുന്നതല്ലേ വേണ്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇവനും 180 വരുന്നതാണ് എഴുതിയത്. അതായത് AODയും AOCയും. കണ്ടോ? അങ്ങനെയാണ് നമ്മളിപ്പോൾ ഇവിടെ അടുത്ത് എഴുതിയിരിക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? RHS സൈഡ് ഈക്വൽ ആയതുകൊണ്ട് LHS സൈഡ് ഈക്വൽ ആണെന്ന് എടുത്ത് എഴുതാം. ഓക്കെ, നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് എഴുതാം ഫ്രം 1 and 2. മിസ്സിൻ്റെ ത്രോട്ട് ഇൻഫെക്ഷൻ ആയതുകൊണ്ട് സംസാരിക്കുന്നതിൽ കുറച്ച് പാടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോഴേ നമുക്ക് എഴുതാം. എന്താണ് എഴുതേണ്ടുള്ളത്? RHS സൈഡ് ഈക്വൽ ആയതുകൊണ്ട് LHS സൈഡും ഈക്വൽ ആണ്. അപ്പോൾ ആംഗിൾ AOD പ്ലസ് ആംഗിൾ BOD ഇസ് ഈക്വൽ ടു ആംഗിൾ AOD പ്ലസ് ആംഗിൾ AOC. അതായത് ഇത് രണ്ടും ഈക്വൽ ആണെന്ന് നമ്മൾ എടുത്ത് എഴുതി. ഇനി നമ്മൾ ഈ ആംഗിൾ AODയും ഇവിടെയും ആംഗിൾ AOD ഉണ്ട്. അപ്പോൾ അതിനെ നമുക്ക് ഇപ്പുറത്തോട്ട് കൊണ്ടുവരാം. അപ്പോൾ ആംഗിൾ AOD ഇത് പ്ലസ് ആണ്, ഇപ്പുറം വരുമ്പോൾ മൈനസ് ആംഗിൾ AOD. ഇനി ഇവിടെ എന്തുണ്ട് ബാലൻസ്? പ്ലസ് ആംഗിൾ BOD ഈക്വൽ ടു ഇവിടെ ഇനി എന്തുണ്ട് ബാലൻസ്? ആംഗിൾ AOC. അപ്പോൾ പ്ലസും മൈനസും ആണ്, രണ്ടും കൂടി തമ്മിൽ കട്ടായി പോകും. ഇനി ബാലൻസ് എന്താ ഉള്ളത്? ആംഗിൾ BOD ഇസ് ഈക്വൽ ടു ആംഗിൾ AOC. അത് തന്നെയല്ലേ നമ്മളിവിടെ ആദ്യമേ പ്രൂവ് ചെയ്യണമെന്നും പറഞ്ഞ് എഴുതി വെച്ചിരുന്നത് അല്ലേ? സോ അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്തു? പ്രൂവ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്തെഴുതാം? ഹെൻസ് നമ്മളൊക്കെ എന്തായിരുന്നു പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. അപ്പോൾ നമുക്ക് എഴുതാം ഹെൻസ് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് വൺ എന്ത് ചെയ്തു? പ്രൂവ് ചെയ്തു. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്നുള്ളത്? ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്യാം. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇൻ ഫിഗർ ഇഫ് POQ ഇസ് ദ ലൈൻ X is equal to ഒരു ഓപ്ഷൻ ക്വസ്റ്റ്യൻ ആണ്. അതായത് നമ്മളടുത്ത് പറഞ്ഞിരിക്കുന്നത് POQ ഇവിടെ O ഉണ്ടായിരുന്നേ.
ഓക്കെ, അപ്പോൾ POQ ഒരു ലൈൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പഠിച്ചിട്ടില്ലേ, ഇതൊരു സ്ട്രെയിറ്റ് ലൈനാണ് അല്ലേ. അപ്പോൾ ഈ ഒരു ലൈനിൻ്റെ മുകളിലുള്ള ആംഗിൾസിൻ്റെ സം എപ്പോഴും എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും അല്ലേ. ആംഗിൾസ് ആണ് സ്ട്രെയിറ്റ് ലൈൻ അല്ലേ. റീസൺ നമുക്ക് എഴുതാൻ പറ്റുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിലുള്ള ആംഗിൾസ് ഇവിടെ ഏതൊക്കെയാണ് വന്നിരിക്കുന്നത്? 40 + 4x + 3x. കാരണം മുകളിൽ ഈ 3 ആംഗിൾസ് ആണ്. അപ്പോൾ ഇതിൻ്റെ സം എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും അല്ലേ. ആംഗിൾസ് ആണ് അല്ലേ റീസൺ പറയുകയാണെങ്കിൽ. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ചെയ്യാം. അപ്പോൾ 40 + 4x + 3x എത്രയാണ്? 7x = 180 ഡിഗ്രി. ദെൻ 7x മാത്രം ഇവിടെ എഴുതിയിട്ട് 180 + 14 ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ എന്താകും? -40. ദെൻ 7x = എത്ര വരും? 140. ദെൻ x = 140. 7 × x ആണ്. സോ ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ /7. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 20. സോ അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ എത്രയാണ് കിട്ടിയത്? 20. ഓക്കെ, അപ്പോൾ ഇതേ നമ്മൾ കണ്ടുപിടിച്ചു എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 20 ഡിഗ്രി. അപ്പോൾ ഇതാണ് നമ്മുടെ ഓപ്ഷൻ കറക്റ്റ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇൻ ഫിഗർ OP പാരലൽ ടു RS, അതായത് ഈ OPയും RSും എന്താണ്? പാരലൽ ആണ്. സച്ച് ദാറ്റ് ആംഗിൾ QRS = 130 ഡിഗ്രി. അതായത് ഈ QRS ഇത് എത്രയാണെന്ന് തന്നിട്ടുണ്ട്. അയ്യോ, മിസ്സിൻ്റെ പൂച്ചക്കുട്ടി വന്നിട്ടുണ്ട്, കണ്ടില്ലേ? നമ്മൾ ശല്യം ചെയ്യാൻ ഇവിടെ കിടന്നു. അവൻ പറയണതേ മാത്സ് പഠിപ്പിക്കണ്ടെന്ന്. അയ്യോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? പാവം നമ്മുടെ പൂച്ചക്കുട്ടിക്ക് ഒരു ബോറ. ഞാൻ എടുത്തു മാറ്റിയതാണേ. താ വരുന്നുണ്ട് തെന്നി. നിങ്ങളെ പഠിപ്പിക്കണ്ടെന്ന് അതാണ് ഈ പറയണേ. ബോറാണെന്ന്, അവന് ഉറക്കം വരുമെന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് പഠിക്കാം. അപ്പോൾ എന്തൊക്കെയായിരുന്നു? OPയും RSും പാരലൽ ലൈൻസ് ആണ്. ഇതിപ്പോൾ നിങ്ങൾ കാണിക്കുന്നതാണ് കാണാമല്ലോ. ഇത് വേണ്ടേ വേണ്ടെന്ന് പറയാം ഇവിടെ. ഓക്കെ, എന്നിട്ട് എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? QRS 130 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. OPQ ഇതാണ് OPQ ഇതാണ് നമ്മളെടുത്ത് 110 ഡിഗ്രി എന്ന് തന്നിരിക്കുന്നത്. മിസ് ഇവനെ എടുത്ത് കളയട്ടെ, അല്ലെങ്കിൽ നിങ്ങളെ പഠിപ്പിക്കാൻ സമ്മതിക്കൂല. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും ക്ലാസ് തുടങ്ങാം. സൈഡിൽ കിടത്തിയിട്ടുണ്ട്, നിങ്ങളെ ശല്യം ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല. നമുക്ക് നോക്കാം. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? OPയും RSും പാരലലാണ്. അതേപോലെ QRS 130 തന്നിട്ടുണ്ട്. OPQ 110 തന്നിട്ടുണ്ട്. നമ്മൾ കണ്ടെത്തേണ്ടുള്ളത് ഫൈൻഡ് ദ മെഷർ ഓഫ് ആംഗിൾ PQR. ഇതിൻ്റെ മെഷർ ഉണ്ടോ? PQR ഇതിൻ്റെ മെഷർമെൻ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടുള്ളത്? കണ്ടുപിടിക്കേണ്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അപ്പം ഓൾറെഡി നമ്മളടുത്ത് എന്ത് തന്നിട്ടുണ്ട്? OPയും RSും പാരലൽ ലൈൻസ് ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എഴുതാം OP പാരലൽ ടു RS. ഇതെന്താണ്? ഗിവൺ ആണ്. ഓക്കെ, പിന്നെ എന്തൊക്കെ തന്നിട്ടുണ്ട്? ആംഗിൾ OPQ = 110 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ആംഗിൾ QRS എത്രയെന്ന് തന്നിട്ടുണ്ട്? 130 ഡിഗ്രി എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. QRS = 130 ഡിഗ്രി. ഇതൊക്കെ നമുക്ക് തന്നിട്ടുള്ള കാര്യമാണ്. ഇനി ഇത് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് നമുക്ക് PQRൻ്റെ വാല്യൂ കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയൊരു കൺസ്ട്രക്ഷൻ നടത്തണം. അതെന്താണെന്നറിയോ? നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? അതായത് ഈ RSന് പാരലായിട്ട് നമ്മൾ ഒരു ലൈൻ വരയ്ക്കണം. ഓക്കെ, അതായത് ഇവിടുന്ന് ഇതേപോലെ ഒരു ലൈൻ നമ്മൾ വരയ്ക്കണം. കണ്ടോ? RSന് പാരലായിട്ട്. അപ്പോൾ നമ്മളിവിടെ എന്താണ് ചെയ്തത്? RSന് പാരലായിട്ട് നമ്മളൊരു ലൈൻ വരച്ചു. അതിന് നമുക്ക് പേര് കൊടുക്കാം UV എന്ന് നമുക്ക് പേര് കൊടുക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മളിവിടെ ചെയ്തത്? ഡ്രോ UV പാരലൽ ടു RS. ഇതാണ് നമ്മൾ നടത്തിയ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും? നമ്മൾ കൺസ്ട്രക്ഷൻ ഒക്കെ നടത്തി. ഇനി എങ്ങനെ ചെയ്യാൻ പറ്റും? ഇനി എങ്ങനെയാണെന്ന് അറിയാം ചെയ്യേണ്ടുള്ളത്. അതായത് ഓൾറെഡി നമുക്കറിയാം OPയും
ആർ എസും എന്താണ് പാരലൽ ലൈൻസ് ആണെന്നുള്ളത് നമുക്ക് തന്നിരിക്കുന്ന കാര്യമാണ്. ഒ പിയും ആർ എസും പാരലൽ ലൈൻസ് ആണെന്ന് അല്ലേ. ഇപ്പം നമ്മൾ കൺസ്ട്രക്ട് ചെയ്തത് എന്താണ്? യു വി പാരലൽ ടു ആർ എസ്. അപ്പോൾ ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ യു വിയും ഒ പിയും ഒരേ ലൈൻസിന് പാരലൽ ആയിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ. സെയിം ലൈനിന് പാരലൽ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ രണ്ട് ലൈനുകൾ ഒരേ ലൈനിന് പാരലൽ ആയിട്ട് വരികയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇവരും പരസ്പരം എന്തായിരിക്കും? പാരലൽ ലൈൻസ് ആയിരിക്കും. അതായത് നമുക്ക് പറയാം യു വി പാരലൽ ടു ഒ പി. റീസൺ എന്താണ്? ലൈൻസ് പാരലൽ ടു സെയിം ലൈൻ ആർ പാരലൽ ടു ഈച്ച് അതർ. ഓക്കെ, ഇതാണ് നമ്മുടെ റീസൺ എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പം എല്ലാവർക്കും മനസ്സിലായോ എങ്ങനെയാണെന്നുള്ളത്? അതായത് ഇപ്പം നമ്മൾ ഈ യു വി ലൈൻ ആർ എസിന് പാരലായിട്ടല്ലേ വരച്ചത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒ പിയും ആർ എസും പാരലാണെന്ന്. അപ്പോഴേ നമ്മൾ പറഞ്ഞു രണ്ട് ലൈനുകൾ ഒരേ ലൈനിന് പാരലായിട്ട് വന്നാൽ അവരും പരസ്പരം എന്തായിരിക്കും? പാരലൽ ലൈൻസ് ആയിരിക്കുമെന്ന്. ഇപ്പം നമുക്ക് യു വി യു വി എന്തിന് പാരലൽ ആണെന്ന് കിട്ടി? ഒ പിക്ക് പാരലൽ ആണെന്നുള്ളത് കിട്ടി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാലോ അതിനെ ടച്ച് ചെയ്ത് വന്ന് ട്രാൻസ്വേഴ്സൽ ലൈൻ ആണ് എന്തെന്ന് പറയുന്നത്? ഈ പി ക്യൂ എന്ന് പറയുന്നത് ആണല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ആംഗിളും അതേപോലെ തന്നെ ഈ ആംഗിളിൻ്റെയും സം എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും അല്ലേ. അതിൻ്റെ റീസൺ 180 വരാൻ കാരണം എന്താ? കോ ഇൻറ്റീരിയർ ആംഗിൾസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. രണ്ട് ലൈൻസുകൾ പാരലൽ ആണെങ്കിൽ അതിനെ ടച്ച് ചെയ്ത് ഒരു ട്രാൻസ്വേഴ്സൽ ലൈൻ വന്നാൽ ഇതും എന്താണ്? കോ ഇൻറ്റീരിയർ ആംഗിൾസ് ആണ്. അതിൻ്റെ സം എന്താണ്? 180 ഡിഗ്രി ആണ് അല്ലേ. അപ്പോൾ നമുക്കിപ്പം ഒ പിയും യു വിയും പാരലൽ ലൈൻസ് ആണ്. അപ്പോൾ ഇവിടുത്തെ ട്രാൻസ്വേഴ്സൽ ലൈൻ ഏതാണ്? പി ക്യു. അപ്പോൾ നമുക്ക് എഴുതാം യു വി പാരലൽ ടു ഒ പി ആൻഡ് പി ക്യു ഈസ് ദ ട്രാൻസ്വേഴ്സൽ ലൈൻ. PQ is the transversal line. അപ്പോൾ നമുക്ക് പറയാം ആംഗിൾ ഒ പി ക്യു പ്ലസ് ആംഗിൾ പി ക്യു യു, അല്ലെങ്കിൽ നമുക്ക് പറയാം യു ക്യു പി. എങ്ങനെയാണെങ്കിൽ എഴുതാവേ ആംഗിൾ യു ക്യു പി ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. റീസൺ എന്താണ്? കോ ഇൻറ്റീരിയർ ആംഗിൾസ്. ഓക്കെ, അതിൽ ഒ പി ക്യൂവിൻ്റെ വാല്യൂ എത്രയാണ്? 110. അപ്പോൾ നമുക്ക് എഴുതാം 110 പ്ലസ് ആംഗിൾ യു ക്യു പി ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. ദെൻ ആംഗിൾ യു ക്യു പി ഇസ് ഈക്വൽ ടു 180 മൈനസ് 110 ഇസ് ഈക്വൽ ടു 180 110 കുറയ്ക്കുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 70 അല്ലേ. 70 ഡിഗ്രി. അങ്ങനെ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ഇവിടുത്തെ ആംഗിൾ 70 ആണെന്ന് കണ്ടുപിടിച്ചു. ഇപ്പം നിങ്ങൾ ചോദിക്കുന്നുണ്ടായിരിക്കും ഈ പി ക്യു ആർ കണ്ടുപിടിക്കാനായിട്ട് എന്തിനാണ് ഈ ആംഗിളൊക്കെ കണ്ടുപിടിക്കുന്നതെന്ന്. അതെന്തിനാണെന്നറിയാമോ? നമ്മളിപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈനാണ് ഇവിടെ വരച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ആംഗിൾസിൻ്റെ സം എന്തായിരിക്കും? ഇതിൻ്റെ മുകളിൽ കിടക്കുന്ന ആംഗിൾസിൻ്റെ സം 180 ഡിഗ്രി ആയിരിക്കും ആണല്ലോ. അപ്പം നമുക്ക് ഇവിടുത്തെ ആംഗിളും നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നടുക്കത്തെ ആംഗിൾ കണ്ടുപിടിക്കാൻ പറ്റും. അതിനാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇവിടുത്തെ ആംഗിൾ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും? സിമ്പിൾ. നമുക്കറിയാം ആർ എസും അതേപോലെ തന്നെ യു വിയും എന്താണ്? പാരലൽ ലൈൻസ് ആണ്. അപ്പോൾ അതിനെ ടച്ച് ചെയ്ത് വരുന്ന ട്രാൻസ്വേഴ്സൽ ലൈനാണ് എന്തെന്ന് പറയുന്നത്? ആർ ക്യൂ. അപ്പോൾ ഇവിടുത്തെ ആംഗിളിൻ്റെ സം എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. റീസൺ എന്താണ്? കോ ഇൻറ്റീരിയർ ആംഗിൾസ്. ഓക്കെ, അപ്പം അത് നമുക്കെടുത്ത് എഴുതാം. എങ്ങനെ എഴുതണം നമ്മൾ? ആർ എസ് പാരലൽ ടു യു വി അല്ലേ. ആർ എസ് പാരലൽ ടു യു വി. അപ്പോൾ ഇവിടുത്തെ ട്രാൻസ്വേഴ്സൽ ലൈൻ ഏതാണ്? ആർ ക്യൂ. അപ്പോൾ നമുക്ക് എഴുതാം ആർ ക്യൂ ഈസ് ദ ട്രാൻസ്വേഴ്സൽ ലൈൻ. എപ്പോഴും നോട്ട്സ് എഴുതുമ്പോൾ പക്കായിട്ട് എഴുതി കഴിഞ്ഞാൽ എപ്പോൾ പഠിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ എന്താ പറഞ്ഞത്? ഇവരുടെ സം 180 ഡിഗ്രി ആയിരിക്കുന്നു. അത് ഏതൊക്കെ ആംഗിൾസ്? ആംഗിൾ ക്യു ആർ എസ് പ്ലസ് ആംഗിൾ, അടുത്ത ആംഗിൾ ഏതാണ്? വി ക്യു ആർ. ആംഗിൾ വി ക്യു ആർ ഇതിൻ്റെ സം എത്രയാണ്? 180 ഡിഗ്രി. ഓക്കെ, റീസൺ എന്താണ്? കോ ഇൻറ്റീരിയർ ആംഗിൾസ്.
ഇനി QRS നമുക്കറിയാം എത്ര ഡിഗ്രി ആണെന്നാണ് നമുക്ക് തന്നിരിക്കുന്നത് 130 ഡിഗ്രി. അപ്പോൾ നമുക്ക് എഴുതാം 130 പ്ലസ് angle VQR is equal to 180. Then angle VQR is equal to 180. ഇത് പ്ലസ് 130 ആണ്, ഇങ്ങോട്ട് ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ മൈനസ് 130 is equal to എത്ര കിട്ടും നമുക്ക് 50 ഡിഗ്രി. അപ്പോൾ നമുക്ക് എന്തും കിട്ടി, ഇതേ ഇവനെയും നമുക്ക് കിട്ടി. ഇനി നടുക്കിടക്കുന്ന ആംഗിൾസ് സുഖമായിട്ട് കണ്ടുപിടിച്ചുകൂടെ ആംഗിളിൻ്റെ വാല്യൂ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, ആംഗിൾ UQP പ്ലസ് ആംഗിൾ PQR പ്ലസ് ആംഗിൾ VQR is equal to 180 ഡിഗ്രി. റീസൺ എന്താണ്, ആംഗിൾസ് ഓൺ എ സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ നമുക്ക് എഴുതാം ആംഗിൾ UQP പ്ലസ് നടുക്കിടക്കുന്ന ആംഗിൾ ഏതാണ്, PQR. ആംഗിൾ PQR പ്ലസ് അടുത്ത ആംഗിൾ ഏതാണ് വരുന്നത്, VQR. ആംഗിൾ VQR is equal to 180 ഡിഗ്രി. റീസൺ എന്താണ്, ആംഗിൾസ് ഓൺ എ സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, അപ്പോൾ UQPയുടെ വാല്യൂ നമുക്കറിയാം എത്രയാണ്, 70 പ്ലസ് PQRൻ്റെ വാല്യൂ അറിയത്തില്ല. VQRൻ്റെ വാല്യൂ എന്തോരം നമ്മൾ കണ്ടുപിടിച്ചത് 50 അല്ലേ, is equal to 180. ഇതെങ്ങനെയാണ് നമ്മൾ ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് 180 എടുത്തത്, സ്ട്രെയിറ്റ് ലൈനിൻ്റെ മുകളിലുള്ള ആംഗിൾസിൻ്റെ സം എപ്പോഴും 180 ആയിരിക്കും, അത് വെച്ചിട്ടാണ് നമ്മൾ എടുത്തത്. ഓക്കെ, ഇനി 70 പ്ലസ് 50 എത്രയാണ്, 110. അയ്യോ 110 അല്ലല്ലോ, 120. 120 plus angle PQR is equal to 180. Then angle PQR is equal to 180 minus 120 is equal to 60 degree. അപ്പോൾ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരുന്നത് ആംഗിൾ PQRൻ്റെ വാല്യൂ ആയിരുന്നു, ഇതേ നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് വാല്യൂ ഓഫ് y വുഡ് മേക്ക് AOB എ ലൈൻ ഇൻ ഫിഗർ ഇഫ് ആംഗിൾ AOC is equal to 5y ആൻഡ് ആംഗിൾ BOC is equal to 3y plus 20. അതായത് yക്ക് എന്ത് വാല്യൂ കൊടുത്താലാണ് AOB ഒരു ലൈൻ ആണ് നമുക്ക് പറയാൻ പറ്റുന്നതെന്ന് അല്ലേ. ഓൾറെഡി നമുക്കറിയാം ഒരു സ്ട്രെയിറ്റ് ലൈനാണ്, അപ്പോൾ ഇതിൻ്റെ മുകളിലുള്ള ആംഗിൾസിൻ്റെ സം എത്രയായിരിക്കും, 180 ഡിഗ്രി ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് എഴുതാം 3y plus 20. ആദ്യത്തെ ആംഗിൾ ഇതാണ്, അതായത് ആദ്യത്തെ ആംഗിൾ എന്ന് പറയുന്നത് BOC പ്ലസ് അടുത്ത ആംഗിൾ ഏതാണ്, AOC. ഇതിൻ്റെ സം എന്ന് പറയുന്നത് എത്രയായിരിക്കും, 180 ഡിഗ്രി. റീസൺ എന്താണ്, ലീനിയർ പെയർ. ഓക്കെ, അപ്പോൾ 3y പ്ലസ് 20 പ്ലസ് പിന്നെന്താണ് 5y ഇസ് ഈക്വൽ ടു 180. അപ്പോൾ ഇത് രണ്ടും y ഉള്ള ടേംസ് ആണ്, തമ്മിൽ ആഡ് ചെയ്യാലോ. 5 പ്ലസ് 3 എന്ത് കിട്ടും, 8y പ്ലസ് 20 ഇസ് ഈക്വൽ ടു 180. Then 8y is equal to 180 plus 20നെ ഇങ്ങോട്ട് ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ എന്താകും, മൈനസ് 20. Then 8y is equal to നമുക്ക് എത്ര കിട്ടും, 160. So y is equal to 160. 8 into y ആണ്, ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ ഡിവൈഡഡ് ബൈ 8. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 20. അപ്പോൾ വൈയുടെ വാല്യൂ അപ്പോൾ എത്രയാണ്, 20 ഡിഗ്രി. ഓക്കെ, ഇത്രയേ ഉള്ളൂ സംഭവം. വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ഇൻ ഫിഗർ 2 സ്ട്രെയിറ്റ് ലൈൻസ് AB ആൻഡ് CD ഇന്റർസെക്ട് ഈച്ച് അതർ അറ്റ് O. ഇഫ് ആംഗിൾ COT is equal to 75 ഡിഗ്രി, ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് A, B ആൻഡ് C. ഇവിടെ ഉള്ള എയും ബിയും സിയുടെയൊക്കെ വാല്യൂ കണ്ടെത്താനാണ് നമ്മളെടുത്ത് പറഞ്ഞിരിക്കുന്നത്. ആകെ നമുക്ക് തന്നിരിക്കുന്നത് ഈ COTയുടെ വാല്യൂ ആയ ഈ 75 ഡിഗ്രി മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത്. അത് വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കുന്നതെന്നുള്ളത് നോക്കാം. ഓക്കെ, എങ്ങനെ കണ്ടുപിടിക്കും, ഇതെന്താണ്, ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് അല്ലേ. ഓക്കെ, ഇവിടെ ഒരു വാല്യൂ, ഇവിടെ ഒരു പേരുണ്ടേ, T എന്നാണ്. T അല്ലല്ലോ. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് C എന്ന് കൊടുക്കാം, T ഓൾറെഡി ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ തന്നിരിക്കുന്നത്, ഇത് മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് എങ്ങനെ കണ്ടുപിടിക്കും നമ്മൾ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ AC എന്താണ്, ഒരു സ്ട്രെയിറ്റ് ലൈനാണ്. അപ്പോൾ അതിൻ്റെ മുകളിലുള്ള ആംഗിൾസ് ആണ് 4B, 75B എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ 3 ആംഗിൾസിൻ്റെയും സം എന്ത് വരും, 180 ഡിഗ്രി. എന്തുകൊണ്ടാണ്, ആംഗിൾസ് ഓൺ എ സ്ട്രെയിറ്റ് ലൈൻ. കണ്ടോ, ഇതൊരു സ്ട്രെയിറ്റ് ലൈനാണ്. അപ്പോൾ അതിൻ്റെ മുകളിലുള്ള 3 ആംഗിൾസ് ആണ് ഇത് 3 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ സം എത്രയായിരിക്കും, 180 ഡിഗ്രി ആയിരിക്കും അല്ലേ.
സോ അപ്പോൾ നമുക്ക് എഴുതാം 4b plus 75 plus b is equal to 180 degree. റീസൺ എന്താണ്? ആംഗിൾസ് ഓൺ എ സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, അപ്പോൾ 4b ഇതിലും ബി ഉണ്ട് ഇവിടെയും ബി ഉണ്ട്. അപ്പോൾ ലൈക്ക് ടേംസ് ആണ്, തമ്മിൽ ആഡ് ചെയ്യാൻ പറ്റും. ബിയുടെ സൈഡിൽ ഒന്നുമില്ലെങ്കിൽ എന്തുണ്ട്? 1 ഉണ്ട്. അപ്പം 4 + 1 എന്ത് കിട്ടും നമുക്ക്? 5b plus 75 is equal to 180. Then 5b is equal to 180 minus 75. That is 5b is equal to 180ൽ നിന്നും നമ്മൾ 75 കുറയ്ക്കണം അല്ലേ? അപ്പോൾ ഇവിടെ 7 ആകും, 10 ആകും, 5 0 1. അപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടിയത്? 105. Then b is equal to 105. ഇവിടെ 5 into b ആണ്. ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ എന്താകും? ഡിവൈഡഡ് ബൈ 5. എത്ര കിട്ടും നമുക്ക്? 21. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ബിയുടെ വാല്യൂ കിട്ടി 21 ആണ്. ഓക്കെ, ഇനി ബിയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആരെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും? ഇവനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് ആംഗിൾ എ ഒ സിയുടെ വാല്യൂ കണ്ടുപിടിക്കാമല്ലോ അല്ലേ? എന്തിനാണ് നമ്മൾ ആംഗിൾ എ ഒ സിയുടെ വാല്യൂ കണ്ടുപിടിക്കുന്നത്? കാരണം ഇതും എന്താണ്? വേർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ് അല്ലേ? അപ്പോൾ ഇതിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തിൻ്റെ വാല്യൂ കിട്ടും? എയുടെ വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ആംഗിൾ എ ഒ സിയുടെ വാല്യൂ കണ്ടെത്താം. ആംഗിൾ എ ഒ സി ഇസ് ഈക്വൽ ടു എത്ര ഇവിടെ കൊടുത്തിരിക്കുന്നത്? 4b ഇസ് ഈക്വൽ ടു, ഇപ്പോൾ ബിയുടെ വാല്യൂ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ 4 into 21 എത്ര കിട്ടും നമുക്ക്? 84. അപ്പോൾ ആംഗിൾ എ ഒ സിയുടെ വാല്യൂ എത്രയാണ്? 84 ഡിഗ്രി. അപ്പോൾ ഇത് 84 ഡിഗ്രി ആണെങ്കിൽ ഇതും എന്തായിരിക്കും? 84 ആയിരിക്കും. റീസൺ എന്താണ്? വേർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ. അപ്പോൾ നമുക്ക് എഴുതാം ആംഗിൾ എ ഒ സി, അതും എന്തുമാണ് ഈക്വൽ ആയിട്ട് വരുന്നത്? DOC. അപ്പോൾ നമുക്ക് എഴുതാം ആംഗിൾ DOC ഇസ് ഈക്വൽ ടു ആംഗിൾ AOC. റീസൺ എന്താണ്? വേർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ. ദെർഫോർ ആംഗിൾ DOC ഇസ് ഈക്വൽ ടു AOCയുടെ വാല്യൂ എത്രയാണ്? 84. ഈ DOC എന്ന് പറയുന്നത് അതെന്തായിട്ടായിരുന്നു എടുത്തിരുന്നത്? A. അപ്പോൾ നമുക്ക് എഴുതാം A ഇസ് ഈക്വൽ ടു 84 ഡിഗ്രി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എയുടെ വാല്യൂ കിട്ടി 84 എന്നും. അയ്യോടാ, ഇനി നമുക്ക് സിയുടെ വാല്യൂയും കൂടി വേണം. എങ്ങനെ കണ്ടെത്തും സിയുടെ വാല്യൂ? ഈ AC എന്ന് പറയുന്നത് എന്താണ്? സ്ട്രെയിറ്റ് ലൈനാണ് അല്ലേ? അപ്പോൾ അതിൻ്റെ മുകളിൽ കിടക്കുന്ന ആംഗിൾസിൻ്റെ സം എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമുക്ക് എഴുതാം 2c + a is equal to 180. ഇത് എങ്ങോട്ട് എഴുതാവേ? 2c + a is equal to 180. Then 2c + a എത്രയാണ്? 84 is equal to 180. Then 2c is equal to 180 minus 84 is equal to 180ൽ നിന്ന് നമ്മൾ 84 കുറയ്ക്കണം അല്ലേ? സോ 7, then 10, 6, 9. അപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടിയത്? 96. അപ്പോൾ നമുക്ക് 2c is equal to 96 എന്ന് കിട്ടി. അപ്പോൾ c എന്ന് പറയുന്നത് എന്തായിരിക്കും? 96/2. അപ്പോൾ എത്ര കിട്ടും നമുക്ക്? 48. അപ്പോൾ സിയുടെ വാല്യൂ എത്രയാണ്? 48 ഡിഗ്രി. അപ്പോൾ ദേ നമുക്ക് എ കിട്ടി, സി കിട്ടി, ബി കിട്ടി അല്ലേ? അപ്പോൾ അത് നമുക്ക് ലാസ്റ്റ് ഒന്ന് എടുത്ത് എഴുതാം. Therefore a is equal to, എയുടെ വാല്യൂ എത്രയായിരുന്നു? 84 ഡിഗ്രി. ദെൻ ബി ഇസ് ഈക്വൽ ടു എത്രയാണ്? 21 ഡിഗ്രി. ദെൻ സി ഇസ് ഈക്വൽ ടു എത്രയാണ്? 48 ഡിഗ്രി. ക്ലിയർ? അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു 5 ക്വസ്റ്റ്യൻസ് മനസ്സിലായോ? സോ മനസ്സിലായെങ്കിൽ മിസ്സിനെ കമൻറ്റ് ചെയ്യുക. പാർട്ട് 2 ആയിട്ട് മിസ് ഉടനെ വരാം കേട്ടോ. സോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ബൈ.